നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ CGL 2026 ഒലീവ് ബോണ്ടിന്റെ ലൈവ് മോക്കിന്റെ സൊല്യൂഷൻ ഒന്ന് മാഗ്നാമിന്റെ മെതടി പെട്ടെന്ന് ചെയ്താലോ? നോക്കാം. ഒരു ഷോപ്പ് കീപ്പർ 50% എബോ മാർക്ക് ചെയ്യുന്നു ആൻഡ് ഗീവ്സ് എ ഡിസ്കൗണ്ട് 14%. ഫൈൻഡ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. മാർക്കപ്പിന്റെയും ഡിസ്കൗണ്ടിന്റെ സക്സീവ് ആണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ 50 മൈനസ് 14 36, 36 മൈനസ് 50 ഇൻറ്റു 14/100 7 36 7 29. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കാം. If the length of a rectangle is increased by 40%, breadth of the rectangle decreased by 35%, then find the net percentage in area. Successive എടുത്തായി 40 മൈനസ് 35 5 5 മൈനസ് 40 ഇൻറ്റു 35/100 34 140 140 ഒരു 0 1400/100 14 വരും. അതായത് 5 മൈനസ് 14 മൈനസ് 9 ഡിക്രീസ്ഡ് ബൈ 9. ഓപ്ഷൻ എ. എക്സ്പ്രസ് ഇത് ഇൻ പി ബൈ ക്യൂ ഫോം. അപ്പോൾ ഇവിടെ നോക്കുക, പോയിന്റ് കഴിഞ്ഞിട്ട് 274 274 274. 274 ഡിവൈഡ് ബൈ എത്ര വട്ടം റിപ്പീറ്റ് ചെയ്യുന്നു? 1 2 3 ഡിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 9 9 9. 274 ഡിവൈഡ് ബൈ 9 9 9. എ ബി സി ഡി എഫും സിമിലർ ട്രയാങ്കിൾസ് ആണ്. എ ബി ബി സി 2:3 ആണ്. എ ബി ബി സി അത് തന്നെ ആയിരിക്കും ഡിയും ഇ എഫും. ഇപ്പോൾ കറസ്പോണ്ടിങ് സൈഡ് വന്നിട്ടുണ്ട്. ഡി 36 ആണ്. അപ്പോൾ 2ന്റെ വാല്യൂ എ ബി കറസ്പോണ്ടിങ് ഡി ആണ്. ഇപ്പോൾ 2 36 ആണെങ്കിൽ നമുക്ക് ഇ എഫ് 3 ആണ്. 2 36 ആണെങ്കിൽ 3 എത്രയാണ്? 54. 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അടുത്ത ഒരു പോളിഗണിന് 44 ഡയഗണൽ ഉണ്ടെങ്കിൽ എത്ര സൈഡ് ഉണ്ട്? n ഇൻറ്റു n-3/2 ആണ് 44. n ഇൻറ്റു n-3 എന്ന് പറയുന്നത് 88 എന്ന് വരും. അപ്പോൾ n ഇൻറ്റു n-3 88 വരണം. അതായത് 11ന്റെ മൾട്ടിപ്പിൾ വരണം. n-ന് 11 കൊടുത്താൽ 11 ഇൻറ്റു 8 88 സാറ്റിസ്ഫൈ ചെയ്യും. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കുന്ന കാര്യം n-ന്റെ വാല്യൂ 11 ആണ്. സൊല്യൂഷൻ ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടത്തുള്ളൂ? 11 കിട്ടത്തുള്ളൂ. ആവറേജ് ആയിട്ട് 36 ബോക്സ് 25 ആണ്. 36 എണ്ണോ 25 വെച്ചിരിക്കുകയാണ്. 2 ബോക്സസ് 18 കിലോ 22 കിലോ റിമൂവ് ചെയ്തു. അതായത് 40 കിലോ പോയിട്ട് പുതിയ ബോക്സ് വന്നത് 30 37 67 വന്നു. അതായത് എക്സ്ട്രാ ആയിട്ട് 24 വന്നു. ആ 24 എന്ത് ചെയ്യും? ഈ 36 പേർ കൂടി ഈക്വൽ ആയിട്ട് അങ്ങ് കൊടുക്കും. 27/36 എന്ന് പറയുമ്പോൾ 2/3 ആണ്. 0.66 ആണ്. അപ്പോൾ 25ന്റെ കൂടെ 0.66 കൂടി 25 0.6666 അങ്ങനെ പോകും. 0.67 എന്ത് ചെയ്യും? കൂടും. If 3a is positive and acute angle and cot 2a into cot 3a 1 ആണെങ്കിൽ മെഷർ ഓഫ് എ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാര്യം നോക്കാം. cot 2a equal to 1/cot 3a. 1/cot 3a എന്ന് പറഞ്ഞാൽ tan 3a ആണ്. കോട്ടും ടാനും ഈക്വൽ ആവുന്നത് a + b 90 ആകുമ്പോഴാണ്. 2a + 3a 90 ആണ്. 5a 90 ആണ്. a എന്ന് പറഞ്ഞാൽ 18. ട്രിഗണോമെട്രിയുടെ റിവിഷൻ ക്ലാസ്. ടാങ്ക് can be filled by 3 പൈപ്പ് 10 15 20. ഇപ്പോൾ ടോട്ടൽ LCM 60 എടുത്തു കഴിഞ്ഞാൽ ഇവൻ 6 ഇവൻ 4 ഇവൻ 3 ആണ് എഫിഷ്യൻസി. ഡ്രെയിൻ പൈപ്പ് ഉണ്ട് 12. അപ്പം -5 ആണ്. ഈ 4 പൈപ്പ് ടുഗദർ 13 - 5 8 ആണ്. ഹൗ മച്ച് ടൈം? 60/8 30/4 15/2 7.5 മണിക്കൂർ. x + y + z ഉണ്ട്. xy + y ഇത് വന്നിട്ടുണ്ട്. x³ + y³ വന്നിട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് xy z. അപ്പോൾ x³ + y³ + z³ -3xyz = x + y + z. അപ്പോൾ 15 ഇൻറ്റു x + y + z ഹോൾ സ്ക്വയർ 225 - 3 ഇൻറ്റു ഇതാണ്. അതായത് 210 222 ഇവിടെ 3 വരും 45 വരും. ആ 45 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആവും. 360 = 3 ഇൻറ്റു XYZ വരും. XYZ-ന്റെ വാല്യൂ 360/3. ഓപ്ഷൻ ബി. അടുത്ത ഫ്രം എ സിലിണ്ടർ ഷീറ്റ് ഓഫ് പേപ്പർ റേഡിയസ് 15 cm സെക്ടർ ഓഫ് 40% ഏരിയ ഇസ് റിമൂവ്ഡ് ആൻഡ് ദ റിമൈനിങ് പാർട്ട് ഈസ് യൂസ്ഡ് ടു മേക്ക് എ കോൺ. അപ്പോൾ 60% ആണ്. ഫൈൻഡ് ദ വോളിയം ഓഫ് ദാറ്റ് കോൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, സർക്കുലർ ഷീറ്റ് 15 cm റേഡിയസ് 40 cm ഏരിയ അവിടെ വെച്ചേക്കുക. അപ്പോൾ ബാക്കി 40% മാറ്റി ബാക്കി 60% ഉള്ളത്. ഒരു കാര്യം ആലോചിച്ചൊക്കെ, നമുക്ക് ഒരു സർക്കുലർ ഷീറ്റാണ്. ഇതിന്റെ മൊത്തത്തിലുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇതിന്റെ 100%. അപ്പൊ അതിന്റെ ആ ഒരു പെരിമീറ്റർ എത്ര വരും? 2πr 2 × π × 15 അതായത് 30π. അപ്പൊ 30πയുടെ 40% മാറ്റി, അതായത് 30πയുടെ 60% നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ? നമുക്ക് കോൺ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നുള്ളൂ. ഇതിന്റെ 60% 18π ആണ്. അപ്പൊ അതായത് പുതുതായിട്ട് ഉണ്ടാക്കുന്ന സാധനത്തിന്റെ കോണിന്റെ അടിയിലുണ്ടാവുന്ന, അതായത് ഈ ഒരു സാധനത്തെ എന്ത് ചെയ്യുന്നു? നമുക്ക് ഇങ്ങനെ ഒരു ഇതിനകത്തുനിന്ന് ഇത്രയും പോർഷൻ എടുക്കുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുക്കുക, ഇത്രയും പോർഷൻ എടുത്താൽ ഈ ഒരു ദൂരമാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 18π. അത് ഇത്ര ആയിരിക്കും, അതിൽ കുറച്ചുകൂടി വലുതായിരിക്കും. ഈ സാധനത്തെ മടക്കുമ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ അടിയിൽ കോണാവുന്നത്. അപ്പോൾ ആ 18π ആണ് ആ പുതിയ കോണിന്റെ അടിയിലുള്ള 2πr എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടും? 6 എന്ന് പറഞ്ഞാൽ 9 എന്ന് കിട്ടും. അതായത് ഉണ്ടാക്കുന്ന കോണിന്റെ റേഡിയസ് 9 ആണ്. അപ്പോൾ നമുക്ക് വോളിയം എന്ന് പറഞ്ഞാൽ 1/3 π r²h ആണ്. അപ്പോൾ 9ന്റെ സ്ക്വയർ എന്തായാലും വരും. 9 സ്ക്വയർ വരുമ്പോൾ ആൻസർ 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഫസ്റ്റ് കേസ്. ഇത് 9ന്റെ മൾട്ടിപ്പിൾ അല്ല, ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇത് 9ന്റെ മൾട്ടിപ്പിൾ അല്ല, ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇത് രണ്ട് ഏതാണ് ആൻസർ. ഇനി നമുക്ക് നോക്കാനുള്ളത് h ആണ്. h എന്ന് പറഞ്ഞാൽ എന്ത് വരും? റേഡിയസ്. ഇവിടെ ഈ റേഡിയസ് എന്താവും? പുതിയതിന്റെ സ്ലാൻഡ് ഹൈറ്റ് ആവും. ഇത് നമുക്ക് 9 തന്നിട്ടുണ്ട്, ഇത് 15 ആണ്. അപ്പോൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് 12 ആയിരിക്കും അല്ലെ? 9 15 12 ട്രിപ്ലറ്റ് 12 ആണ് ഹൈറ്റ്. 12 മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് 81 × 4 എന്ന് വരും. കാര്യം 12/4 ഇവിടെ 1/3 πr³ ആണ്. 81
ഗുണം 4 പൈ വരും 324 പൈ. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കും. നല്ല ക്വസ്റ്റൻ ആണ്, ഒന്നാലോചിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റൻ. ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണുവാണെങ്കിൽ ആദ്യം വാല്യൂ ഇട്ട് കൊടുക്കുക. 0യും 90 ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. 45 എടുത്താലും 0 ആയി പോകും. കാര്യം ഡിനോമിനേറ്റർ 0 ആയി പോകും. നെക്സ്റ്റ് റൗണ്ടിലോട്ട് മാറ്റി വെക്കുക. ഇത് ചെയ്യാൻ നിൽക്കരുത്. ദ പ്രോഡക്റ്റ് ഓഫ് ടു കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം എടുക്കുക. 2 3 2 ഗുണം 3 6 ആണ്. 4 5 4 ഗുണം 5 20 ആണ്. അപ്പോൾ അതെല്ലാം എന്തായിരിക്കും? ഓടും അല്ല, പെർഫെക്റ്റ് സ്ക്വയർ അല്ല, പറയുമല്ല, എല്ലാം എപ്പോഴും എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. അടുത്ത കാർത്തികും ലോകേഷും സെയിം ഡ്യൂറേഷനാണ് ഇട്ടത്. ടോട്ടൽ പ്രോഫിറ്റ് ഇത്രയാണ്, ലോകേഷിന് ഇത്രയും കിട്ടി. അതിന്റെ റേഷ്യോ എടുക്കുക. 0 0 പോയി 237 546 4 3 7 2 9 15 15 3 3 വെച്ച് കിട്ടുമ്പോൾ എനിക്ക് 7 8. ഇവിടെ 3 വെച്ച് കിട്ടുമ്പോൾ എനിക്ക് 18 2. ഇത് 13 13 ഗുണം ഇത് 91 ഗുണം 2 ഇത് 91 ഗുണം 2. അപ്പോൾ 26 26 ഗുണം 3 ഇത് 26 ഗുണം എത്രയാണ് ഇത്? 26 ഗുണം 6 അല്ലേ? അല്ലല്ലോ, 26 ഗുണം 7 ആണ്. 26 7 140. അതെ, 26 ഗുണം 7 അതായത് 3 ആണ് നമുക്ക് ലൊക്കേഷൻ കിട്ടുന്നതെങ്കിൽ ടോട്ടൽ എത്രയാണ്? ഇത് ലൊക്കേഷൻ കിട്ടുന്നത് ടോട്ടൽ 7 ആണ്. അപ്പോൾ 4 യൂണിറ്റ് ആണ് നമ്മുടെ കാർത്തികിന് കിട്ടുന്നത്. അപ്പം ഇവിടെ ടൈം സെയിം ആയതുകൊണ്ട് പ്രോഫിറ്റിന്റെ റേഷ്യോ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ സെയിം ആയിരിക്കും. അപ്പം 4ന് കറസ്പോണ്ടിങ് ആയിട്ടാണ് കാർത്തികിന്റെ 104. അങ്ങനെയാണ് ലൊക്കേഷന് 3ന് കറസ്പോണ്ടിങ്. 4 104 ആണെങ്കിൽ 26 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പം 3 26 ഗുണം 3 78. യെസ്. വെസലിന് 96 ലിറ്റർ സൊല്യൂഷൻ ഉണ്ട്. 75% ആസിഡ് ആണ്. 16 ലിറ്റർ സൊല്യൂഷൻ റിമൂവ് ചെയ്തു, റീപ്ലേസ്ഡ് ബൈ 16 ലിറ്റേഴ്സ് പ്യുവർ വാട്ടർ. പെർസെൻറ്റേജ് ഓഫ് ആസിഡിന്റെ ന്യൂ മിക്സ്. 75% ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് 96 16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/6 ആണ്. 1/6 മാറിയാൽ മിൽക്കിന്റെ 1/6 അല്ലെങ്കിൽ ആസിഡിന്റെ 1/6 മാറും. ഇതിന്റെ 5/6 ഇനി ബാക്കി നിൽക്കും. ഇത് മിക്സഡ് അലിഗേഷൻ മാഗ്നമെന്റൽ ക്ലാസ്. ഇത് എത്ര കിട്ടും? 375/6. 375/6 എന്ന് പറയുമ്പോൾ 37/6 6. 15/6 എന്ന് പറയുമ്പോൾ 2 1/2 62. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കും. അടുത്ത രണ്ടുപേര് ഞാൻ എങ്ങനെ പറയും? രണ്ടുപേര് സെയിം പ്ലേസ് അറ്റ് ദ റേറ്റ് ഓഫ് 7 7 സെയിം ഡയറക്ഷൻ. അപ്പോൾ 0.5 വെച്ച് കവർ ചെയ്യും. 1 മണിക്കൂറിൽ 0.5 കിലോമീറ്റർ പോകും. സെയിം ഡയറക്ഷനാണ്. ടൈം 10.5 കിലോമീറ്റർ ആവാൻ വേണ്ടി ഒരു അര കിലോമീറ്റർ ആവാൻ വേണ്ടി 1 മണിക്കൂർ എടുക്കും. അങ്ങനെ 10 ആവണമെങ്കിൽ എന്ത് ചെയ്യും? 10 ഇരട്ടി. അരയ്ക്ക് 1 എടുത്താൽ 10 ഇരട്ടി 21. ഓപ്ഷൻ ഡി. അടുത്ത വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ ലൈൻ സെഗ്മെന്റ് കണക്ടിങ് ദ പോയിന്റ്സ്. ഓക്കെ, ഇതിനെ കണക്ട് ചെയ്യുന്നതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിന്റെ പോയിന്റ്. അപ്പോൾ ഇത് നോക്കി, ഇതിന്റെ പെർപെൻഡിക്കുലർ ആയിരിക്കണം, ബൈസെക്ടർ ആയിരിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് മതി? കോർഡിനേറ്റ് ജോമെട്രി റിവിഷൻ ക്ലാസ് ചെയ്തിട്ടുണ്ട്. x1 + x2/2 -3 + 6/2 നമുക്ക് എത്ര വരും? 3/2 1.5. അതുപോലെ 5 - 7/2 -2/2 -1. അതായത് ഈ ഒരു ലൈനിന്റെ ആണ് വേണ്ടത്. -1.5 -1 ഇവിടുത്തെ പോയിന്റ് ആണ്. പിന്നെ ഇതിന്റെ സ്ലോപ്പ് വേണം. അപ്പം നമ്മൾ ആദ്യം ഇതിന്റെ സ്ലോപ്പ് ഒന്നും കണ്ടുപിടിക്കാതെ ഈ ഒരു പോയിന്റ് ആ ഒരു ലൈനകത്ത് കാണണം. അതായത് 1.5 -1, എക്സിന് 1.5 വൈക്ക് -1 കൊടുത്താൽ ഇത് സാറ്റിസ്ഫൈ ആണ്. ഓപ്ഷൻ നോക്കുക. ഇതിന് 1.5 എടുത്താൽ 9 വരും. മൈനസ് ഇത് മൈനസ് പ്ലസ് ആവും. അപ്പോൾ 9 8 17 സാറ്റിസ്ഫൈ ചെയ്തു. ഇത് ഹോൾഡ് ചെയ്യാം. വേറെ ഒന്നും വരും തോന്നുന്നില്ല. 8x ഇത് എന്തായാലും വരത്തില്ല. തിരിഞ്ഞാൽ എന്തായാലും വരത്തില്ല. അടുത്ത് ഇത് നോക്കുന്ന സമയത്ത് 8 ഗുണം ഇത് 12 വരും. ഇത് 6 ഗുണം -1 എന്തായാലും കുറയത്തേ ഉള്ളൂ. 12 നിന്ന് കുറയത്തേ ഉള്ളൂ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ 6 ഗുണം 1.5 9. ഇവിടെ -8 9 -8 വരത്തില്ല. ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ മെത്തേഡ്. അല്ലാത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. y2 - y1/x2 - x1. എന്നിട്ട് ആ സ്ലോപ്പിനെ ഈ ലൈനിന്റെ സ്ലോപ്പ് കൊണ്ട് ഗുണിക്കുമ്പോൾ -1 കിട്ടും. എന്നിട്ട് അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. എന്നിട്ട് y = mx + c എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടാക്കണം. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. കാര്യം ഇതിനകത്ത് ഈ പോയിന്റ് അടങ്ങിയിരിക്കുന്നതാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ CGL അതേ ടൈപ്പാണ്. നമ്മൾ ഒരുപാട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാർട്ട് ബാച്ചിൽ. ട്രെയിൻ ഫസ്റ്റ് 120 കിലോമീറ്റർ 60 കിലോമീറ്റർ ട്രാവൽ. ഇത് കാണുമ്പോൾ തന്നെ 2 മണിക്കൂർ പോയി. 120/60. സിഗ്നൽ റെസ്ട്രിക്ഷൻ വന്നുകൊണ്ട് സ്പീഡ് എന്ത് ചെയ്യും? 50% ഫോർ ദ നെക്സ്റ്റ് 2 അവർ. അപ്പം 30 ആയി അല്ലെ? നെക്സ്റ്റ് 80 കിലോമീറ്ററിൽ 60 എന്നുള്ളത് 30 ആയി. ബാക്കി 80 പോകുന്നത് 80/30 ആണ്. 80/30 എന്ന് പറയുമ്പോൾ മിനിറ്റിലാക്കുമ്പോൾ 80 × 2 60 80 × 2 160 മിനിറ്റ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, 80/30 km/h ആണ്. 80/30 km/h ആകുമ്പോൾ മണിക്കൂർ കിട്ടും. മിനിറ്റിലാക്കാൻ വേണ്ടി ×60 ആണ്. 80/30 × 60 അതായത് 160 മിനിറ്റ് ആണ് ഇവിടെ എടുക്കുന്നത്. ടോട്ടൽ ടൈം ടേക്കൺ ഫോർ ദ ജേർണി മിനിറ്റിലാണ്. ആദ്യമേ എത്ര എടുത്തു? 2 മണിക്കൂർ. 120 മിനിറ്റും ഇപ്പം 160 മിനിറ്റ്. ടോട്ടൽ 280 മിനിറ്റ്. ഓൺ എ പ്രിൻസിപ്പൽ പി സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് 30% 2 years is compared with compound interest 30% for 2 years. അപ്പോൾ ഇത് നമുക്ക് എത്ര കിട്ടും? 60 30 2 60. 30% 2 വർഷം കോമ്പൗണ്ട് ആകും. 30 + 30 + 30 × 30 100 69. കാണാതെ പഠിച്ചിരിക്കാം. അപ്പോൾ ഡിഫറൻസ് 9%. 9%ആണ് 450. 9 450 ആണെങ്കിൽ 1 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഫൈൻഡ് പി ആണ് 100%. ആൻസറിനകത്ത് 5 കാണും. ഓപ്ഷൻ ഡി.
ദ മെഷർ ഓഫ് ഇൻറേഡിയസ് ഓഫ് ഇക്വലാറ്റർ ട്രയാങ്കിൾ എ ബി സി ഓഫ് സൈഡ് എക്സ് സെന്റിമീറ്റർ ഈസ് 4 സെന്റിമീറ്റർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിനകത്ത് 1 ആണ് നമ്മുടെ ഇൻറേഡിയസ് എങ്കിൽ സൈഡ് 2√3 ആയിരിക്കും. ഇവിടെ 4 ആണ് നമ്മുടെ ഇൻറേഡിയസ് എങ്കിൽ സൈഡ് ഇൻറ്റു 4 8√3 ആണ്. ഇതിന്റെ ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സൈഡ് 2 ആണെങ്കിൽ ഏരിയ √3 ആണ്. 2നെ 4√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഏരിയ എന്ത് ചെയ്യും? 4√3 സ്ക്വയർ 16 3 48 48√3. ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. പടപടാന്ന് ചെയ്യാം. അടുത്ത സർക്കിൾ വിത്ത് സെൻറ്റർ ഓഫ് കോഡ്സ് എക്സ് വൈയും പി ക്യു എക്സ് സെൻറ്റർ സച്ച് ദാറ്റ് ദേ മീറ്റ് അറ്റ് പോയിന്റ്. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ഇങ്ങനെ അങ്ങ് വരച്ചോളൂ. എക്സ് വൈയും പി ക്യു. ഓക്കെ, പി ക്യു എക്സ് സെൻറ്റർ ടു ഇസഡ് ആണ്. എക്സ് വൈ തന്നിട്ടുണ്ട്, വൈ ഇസഡ് തന്നിട്ടുണ്ട്, പി ക്യു തന്നിട്ടുണ്ട്. ഇതാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം പുറത്തുള്ളത് ഇൻറ്റു ടോട്ടൽ എക്സ് ഇൻറ്റു 12 ഇൻറ്റു 28 ഈക്വൽ ടു എക്സ് ഇൻറ്റു 5 പ്ലസ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 കേസുള്ളത്. ഇവിടെ 7ന്റെ മൾട്ടിപ്പിൾ വരണം, 3ന്റെ മൾട്ടിപ്പിൾ വരണം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമേ 7ന്റെ മൾട്ടിപ്പിൾ വരാൻ 14 കൊടുത്തു കഴിഞ്ഞാൽ 14 ഗുണം 19. പക്ഷെ 19 ഇല്ല, 14 അല്ല. ഇനി ഞാൻ 16 കൊടുക്കാം. 16 കൊടുത്താൽ ഏതെങ്കിലും കൊടുക്കാം. 16 5 21 16. 16 5 21 3 വന്നു, എല്ലാം വന്നു. ഓക്കെ, സാറ്റിസ്ഫൈ ചെയ്യും. ബാക്കി 15 കൊടുത്താലോ? 15 കൊടുത്താൽ 15 ഇൻറ്റു 20 15 ഇൻറ്റു 20 7 ഇല്ല. 12 കൊടുത്താലോ? 12 5 17 7 ഇല്ല. അത് 7ന്റെ മൾട്ടിപ്പിൾ വരണം. 7ന്റെ മൾട്ടിപ്പിളും വരണം, 3ന്റെ മൾട്ടിപ്പിളും വരണം. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടോ? എ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കണം. ഓപ്ഷൻ എ തന്നെ കിട്ടും. 2 സ്ക്വയർ പിരമിഡിന് ഹാവ് സെയിം ബേസ് ഏരിയ. അതിന്റെ അർത്ഥം എന്താണ്? 2 സ്ക്വയർ പിരമിഡിന്റെ ബേസ് സെയിം സ്ക്വയർ ആണ്. ഹൈറ്റ് ഓഫ് ദ ഫസ്റ്റ് പിരമിഡ് ഈസ് ട്വൈസ് ദ ഹൈറ്റ് ഓഫ് ദ സെക്കൻഡ്. ബാക്കിയെല്ലാം സെയിം ആണ്, ഹൈറ്റ് മാത്രം വ്യത്യാസം. റേഷ്യോ ഓഫ് ദർ വോളിയം എന്ത് തന്നെ ആയിരിക്കും? ബാക്കിയെല്ലാം സെയിം ആണ്. വോളിയം എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് പ്രിസത്തിന്റെ. പിരമിഡ് ആണെങ്കിൽ 1/2 ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബേസ് ഏരിയ സെയിം ആണ്, 1/2 സെയിം ആണ്. അപ്പോൾ ഹൈറ്റിന്റെ റേഷ്യോയിലായിരിക്കും വോളിയം. ഫസ്റ്റിന്റെ ട്വൈസ് ആയതുകൊണ്ട് ഫസ്റ്റിന്റെ വോളിയം എന്തായിരിക്കും? മറ്റേതിന്റെ ട്വൈസ് ആയിരിക്കും. സിമ്പിൾ കൺസെപ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സ്മോളസ്റ്റ് നമ്പർ ഡിവിസിബിൾ ബൈ 16 21 30 ലീവ്സ് എ റിമൈൻഡർ ഓഫ് 11 ഇൻ ഈച്ച് കേസ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 11 ശിഷ്ടം കിടക്കും. 11 കുറയ്ക്കുമ്പോൾ 30ന്റെ മൾട്ടിപ്പിൾ ആണ്, അതായത് 10ന്റെ മൾട്ടിപ്പിൾ ആണ്. പിന്നെ അത് 11 കുറച്ചാൽ 10ന്റെ മൾട്ടിപ്പിൾ ആവും, 11 കുറച്ചാൽ 10ന്റെ മൾട്ടിപ്പിൾ ആവും, 11 കുറച്ചാൽ ഇവിടെ യൂണിറ്റ് 4 വരും. അപ്പോൾ ഇതല്ല. ഇനി 11 കുറച്ചാൽ 3ന്റെ മൾട്ടിപ്പിൾ ആണ്, കാര്യം 30 അല്ലേ. 11 കുറച്ചാൽ 3ന്റെ മൾട്ടിപ്പിൾ വരും. അതിനകത്ത് ഇതിന്റെ ഡിജിസം എത്ര? 8 1 9. 9ൽ നിന്ന് 11ന്റെ ഡിജിസം 2 ആണ്. 9 2 കുറച്ചാൽ 7 ആണ് വരുന്നത്, 3ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇതിനകത്ത് 11 കുറച്ചാൽ 7 എന്നും 8 ആണ്. 9 നോക്കണ്ട. 8ൽ നിന്ന് 2 കുറച്ചാൽ 6 ആണ്, 3ന്റെ മൾട്ടിപ്പിൾ വരും. ഹോൾഡ് ചെയ്യാം. ഇതിനകത്ത് നിന്ന് 8 9 10 ആണ്. 10ൽ നിന്ന് 2 കുറച്ചാൽ 8 ആണ്, 3ന്റെ മൾട്ടിപ്പിൾ വരത്തില്ല. ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. ഇതാണ് കാൽക്കുലേഷൻ, ഇതാണ് മാഗ്നാമിന്റെ മെത്തേഡ്. വാട്ട് വിൽ ദ റിമൈൻഡർ? ഇത് ഡിവൈഡ് ബൈ 5. അപ്പോൾ 5ന്റെ അടുത്തുള്ളൊരു പവറിലോട്ട് എത്തിക്കുക. പിന്നെ 2 സ്ക്വയർ ആക്കാം. 2 സ്ക്വയർ ആകുമ്പോൾ 4⁻19 ആണ്. ഓക്കെ, ബൈ 5. അപ്പം 4⁻19 എന്ന് പറഞ്ഞാൽ 4നെ എനിക്ക് എങ്ങനെ എഴുതാം? 5 - 1⁻19 ഡിവൈഡ് ബൈ 5 എന്ന് എഴുതുക. മൈൻഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എത്ര റിമൈൻഡർ വരും? 5/5 റിമൈൻഡർ ഇല്ല, -1/19. -1/19 എന്ന് പറഞ്ഞാൽ -1ന്റെ ഈ ഓഡ് നമ്പർ, ഓഡ് പാറ. അപ്പോൾ -1 വരും. നമ്മൾ എന്ത് ചെയ്യണം? +5 കൂട്ടണം. 5 5 - 1 4 ആൻസർ കൊടുക്കാം. അടുത്ത 2 സർക്കിൾസ് ഓഫ് ഈക്വൽ റേഡിയസ് x സെന്റിമീറ്റർ ഇന്റർസെക്ട് ഈച്ച് അതർ സച്ച് ദാറ്റ് പാസ് ത്രൂ ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് x, ലെങ്ത് ഓഫ് കോമൺ കോഡ് 12√3. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജോമെട്രിയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. 2 സർക്കിൾ കോമൺ സർക്കിൾ ഉണ്ടെങ്കിൽ ഇത് ഒന്നുമില്ല. ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. 2 സർക്കിൾ ഇങ്ങനെ സെയിം സെന്ററിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ അതിന്റെ കോമൺ കോഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ റേഡിയസ് 6 ആണെങ്കിൽ √3 6 ആയിരിക്കും. ഇവിടെ റേഡിയസ് 12 ആയതുകൊണ്ടാണ് 12√3 വന്നത്. ഓക്കെ, സെലക്ട് ദ ഓപ്ഷൻ ഗീവ്സ് ഡെസിമൽ നമ്പേഴ്സ്. ഇത് അറേഞ്ച് ഇൻ അസെൻഡിങ് ഓർഡർ, ചെറുതിൽ നിന്ന് വലുതോട്ട്. ഏറ്റവും വലുത് അവസാനം വരണം. 9.8 ഇതാണ് ഏറ്റവും വലുത്. 9.8 വലുത് വരുന്ന 3 ഓപ്ഷൻ ഉണ്ട്. ഇതല്ല. ഇനി അടുത്ത 9.6 ആണ്. 9.6 അടുത്ത് വരുന്ന 2 ഓപ്ഷൻ. ഇതുമല്ല. അടുത്ത വരുന്നത് 0.98 ആണ്. 0.98 വരുന്നു. 0.89 ഏറ്റവും ചെറുത്. ഓപ്ഷൻ ഡി. ഏകദേശം ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി എന്താണ്? ഒരു ക്വസ്റ്റ്യൻ ആണേ ഉള്ളൂ. ഇത് 10 മിനിറ്റിനകത്ത് തന്നെ തീർക്കാൻ പറ്റും അല്ലേ? അതിൽ കുറച്ച് സമയം വേണമെങ്കിൽ 10 മിനിറ്റ് കുറച്ച് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി ഏതോ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യനോട് ഈ ക്വസ്റ്റ്യൻ വാല്യൂ ഒന്നും ഇല്ലെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കി പരിപാടി ചെയ്യണം. 2/sin A + cos A + 2sin A ഇങ്ങനെ കിട്ടുവാണെങ്കിൽ കോട്ടിനെ ബാക്കി എല്ലാത്തിനെയും സൈനിലും കോസിലോട്ട് ആക്കാം. 1 - കോട്ട് എന്ന് പറഞ്ഞാൽ cos/sin ആണ്. ഇപ്പോൾ cos/sin വരുന്നു. sin - cos/sin വരും. ഇത് sin സ്ക്വയർ വരും. അങ്ങനെ സ്റ്റെപ്പ് കുറച്ച് എഴുതാം. പ്ലസ് 2 ഇൻറ്റു ഞാൻ 2 എടുക്കാം, കുഴപ്പമില്ല. 2 cos A ഡിവൈഡ് ബൈ 1 - sin/cos ആണ്. ഇപ്പോൾ cos - sin/cos അങ്ങ് എളുപ്പം cos സ്ക്വയർ. ഇനി ഇതിനകത്ത് നിന്ന് എനിക്ക് എന്ത് ചെയ്യാം? അതെന്ത് കോമൺ എടുക്കാം? sin - cos cos - sin ആണ്. 2/sin + cos അവിടെ കിടക്കട്ടെ. പ്ലസ് 2 അങ്ങ് കോമൺ എടുക്കുന്നു. 2 കോമൺ എടുത്തിട്ട് sin - cos അല്ലേ? 1 - ഓക്കെ.
സൈൻ മൈനസ് കോസ് ആക്കുക ഇതിനെ. സൈൻ മൈനസ് കോസ് LCM എടുക്കുക. സൈൻ മൈനസ് കോസ് എടുക്കുകയാണെങ്കിൽ ഇത് സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ വരും. സോറി, ഇത് സൈൻ സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ വരും. ഇതിനെ കോസ് മൈനസ് സൈൻ ആണ്. സൈൻ മൈനസ് കോസ് ആക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ പ്ലസ് മാറി മൈനസ്, അല്ലെങ്കിൽ ഒരു മൈനസും കോമൺ എടുക്കണം. ഇതെന്താവും? സൈൻ മൈനസ് കോസ് ആവും. സൈൻ സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ ബൈ സൈൻ മൈനസ് കോസ് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 പ്ലസ് അല്ല, 2 ഇൻറ്റു. ഓക്കെ, പ്രശ്നമില്ല. അപ്പോൾ ഒരു പ്രശ്നമില്ല. ഞാൻ 2 പ്ലസ് ആണെന്ന് വിചാരിച്ചു, ഇൻറ്റു. അപ്പോൾ 4 ഡിവൈഡ് ബൈ സൈൻ പ്ലസ് കോസ് ഇൻറ്റു സൈൻ മൈനസ് കോസ്. അതാണ് സൈൻ സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ. ഇതും വെട്ടിപ്പോവും. ആൻസർ 4 എന്ന് വരും. ഓപ്ഷൻ ബി. ചെയ്താലും കുഴപ്പമില്ല, നിങ്ങൾ 1 മിനിറ്റ് എടുത്താലും പ്രശ്നമില്ല. അപ്പോൾ പരിപാടി കഴിയും. മാഗ്നാമെന്റം മെത്തേഡിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾ പവർ പ്ലേ ബാച്ച്, CGL പവർ പ്ലേ ബാച്ച് എടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് അടുത്ത വർഷത്തേക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് മാത്സ് സ്പെഷ്യൽ ബാച്ച് എടുക്കാം. എനിക്ക് തോന്നുന്നു ഈ 25 ക്വസ്റ്റ്യൻ നിങ്ങൾ 10 മിനിറ്റിനകം ചെയ്താൽ നിങ്ങൾ പ്രോപ്പർ ലെവലിൽ പഠിച്ചു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ടാറ്റ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെയിൽ അയച്ച് ചോദിക്കാം.